ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ട് പോവാ. നമ്മളെ ഗ്രാൻഡ് മ കേട്ടായിരുന്നു ഫുഡിൽ പ്രശ്നമൊന്നുമില്ല. ഇല്ലമ്മ, ഫുഡിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡും എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്? ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടമ്മ. ചിക്കൻ ബിരിയാണിയും പിന്നെ ചിക്കൻ പൊരിച്ചതും പിന്നെ ഉമ്മ കച്ചമ്പരുണ്ടു. പിന്നെ ഇല്ല ഉമ്മക്ക് വേണ്ടി തൈര് വേണം. തൈര് വെച്ചിട്ട് ഞാൻ തൈര് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാ പറയായിരുന്നു. ശരിപ്പാ, എല്ലാം ഉണ്ടാക്കിയിട്ട് അതേമ്മ, അത് മാത്രമല്ല എല്ലാം ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയായിരുന്നു. അത് അങ്ങനെയായിട്ട് എല്ലാം ഓക്കെ എന്ന് പറയായിരുന്നു ഹീറോയും. ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം റെഡിയായി കുളിച്ച് ബ്രഷായിട്ട് വന്നു. താഴെ ഇറങ്ങി വന്നായിരുന്നു. ശരി ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും വന്നിട്ട് അവളിരുന്നു. ഹീറോയിൻ്റെ വീട് മാത്രം ഒരുമാതിരി ചേഞ്ച് ആയിരുന്നു. ചിക്കനാ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു. ഹീറോയിന് മേല് ചേഞ്ച് ആയിരുന്നു. ശരി പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഹീറോയ്ക്ക്. നിങ്ങളിവിടെ ഇരുന്നോ, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞു കിച്ചണിൽ പോയിട്ട് ഹീറോയ് ഓൾറെഡി ഉണ്ടാക്കി വെച്ച സാധനം ഇത് കൊണ്ടുവന്ന് വെച്ചാണ് ടേബിളിൽ. എന്തിനമ്മാ നീ വേണ്ട പറഞ്ഞാൽ അതിൽ നിങ്ങളെന്ന് കഴിച്ചു എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് ഓൾറെഡി റെഡി ഉണ്ടാക്കി വെച്ചത് വന്നിട്ട് അവിടെ ടേബിളിൽ വെച്ചായിരുന്നു. അത് എഗ്ഗായിരുന്നു. എഗ് ബിരിയാണി ആയിരുന്നു. പിന്നെ കച്ചമ്പർ, പിന്നെ കുറച്ച് പപ്പടം, അച്ചാർ എല്ലാം ഉണ്ടായിരുന്നു. എഗ് കറി അത് ഓൾറെഡി ഹീറോയ് ഉണ്ടാക്കി വന്നു. അങ്ങനെ വന്ന് ടേബിൾ വെച്ച് ഇരുന്നു. എല്ലാവരും ഫുഡ് എടുത്ത് കഴിക്കാൻ തുടങ്ങിയായിരുന്നു. ചിക്കൻ ഫുഡ് എല്ലാവരും എടുത്ത്. മോളെ ഉമേര ഫുഡ് വേണ്ടേ? ഇല്ല മോം, എനിക്ക് ഇന്ന് വേണ്ട, ഞാൻ എഗ് ബിരിയാണി കഴിക്കാൻ പോവാ എന്ന് പറയായിരുന്നു. ഇന്നലെ എനിക്ക് ചിക്കന് വേണ്ടമ്മ, നിങ്ങൾ കഴിച്ചോ? എന്തമ്മ വേണ്ടത്? ഇല്ലമ്മ, ഞങ്ങൾക്ക് വേണ്ട, ഉമ്മ തന്നെ എല്ലാവർക്കും വേണ്ട എന്ന് പറയായിരുന്നു. ഇത് കേട്ട ഹീറോയിൻ്റെ പാപ്പാക്കും ഒരു ഷോക്കായിരുന്നു. എന്താ ഇവള് വേണ്ട പറയുന്നത്? ഇല്ലപ്പാ, ഇത് കഴിച്ചോ എന്ന് പറയാം. എല്ലാവരും ഫുഡ് ഇരുന്ന് കഴിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് മച്ച എന്നൊരു വോയിസ്. അതെ, ഹീറോയിൻ്റെ ഡാഡിൻ്റെ ഫ്രണ്ടായിരുന്നു. അതേ അങ്കിളായിരുന്നു. എന്താ എല്ലാവരും ഫുഡ് കഴിക്കുക, വാടാ ഇരുന്നോ എന്ന് പറഞ്ഞ ഹീറോയിൻ്റെ ഫുഡ് ഹീറോയ്ക്ക് വെച്ച് വരുമ്പോൾ അങ്കിൾക്ക് കിട്ടിയായിരുന്നു. അതെ, എല്ലാവർക്കും വേണ്ടി അങ്കിൾ ആ ഫുഡ് കഴിക്കാതെ എല്ലാവരും റെഡി ആയിട്ട് എല്ലാവരും ഒക്കെ വായി വെച്ച് അവർക്ക് പോകുന്ന മതിയില്ല. ഹീറോയിൻ മമ്മി എന്ത് പറ്റി നിങ്ങൾക്ക് എന്ന് ഹീറോയിൻ മമ്മി വായി വെച്ചില്ല. അവരങ്ങനെ വായിക്ക് വെക്കാൻ പോയത്. എന്ത് പറ്റി? നന്നുണ്ട് എന്ന് പറയാം. ഹീറോയിൻ മമ്മി വായി വെച്ച്. ഹീറോയിൻ മമ്മിന് വീട് ചേഞ്ചായി എന്ന് ചിരിക്കായിരുന്നു. അയ്യോ, ഇതിൽ കാറ ഏറിപ്പോയല്ലോ എന്ന് ഹീറോയിൻ മമ്മിന് വീട് ചേഞ്ച്. എല്ലാവരും കഴിച്ചിട്ട് ഇതൊക്കെ ഉണ്ടാക്കരുത്. അപ്പം കത്തത് എനിക്ക് തണ്ണി വേണോ, ഉപ്പ് ഏറാണ്. ചിക്കനിൽ ഉപ്പ് കുറച്ച് ഏറി, കച്ചമ്പറിൽ കുറേ ഉപ്പ് ഉണ്ടായിരുന്നു. ചിക്കൻ്റെ മുളക് പൊടി ഏറി കത്തുന്നു. ഹീറോയിൻ നോക്കി കാത്തട്ടെ, എനിക്ക് ഓൾറെഡി അറിയും ഈ മമ്മി എന്ത് ചെയ്യുമെന്ന്. അങ്ങനെ ഫുഡ് കഴിക്കായിരുന്നു. മാണിക്കുട്ടി എന്താ ഇവിടെ നടക്കുന്നത്? മാണിക്കുട്ടി വന്നായിരുന്നു. ഇവർക്ക് എന്ത് പറ്റി എന്ന് മാണിക്കുട്ടീനെ ഇരിക്കായിരുന്നു. എനിക്ക് ഓർഡർ വേണം. ഓർഡറാ? ഓർഡർ വരട്ടെ. എല്ലാവർക്കും ഓർഡർ വന്നു. ഐസ് ഗോബട്ട് കഴിച്ചോ? എന്ത് പ്രശ്നമോ? താങ്ക് യു മാണിക്കുട്ടി. എന്താ പറ്റി? നടന്ന കറി ഫ്ലാഷ് ബാക്ക് പറഞ്ഞു. മാണിക്കുട്ടീന് വീട് കിളി പോയാൽ മതിയായി. അയ്യോ, രക്ഷപ്പെട്ടു, വരാത്തൊരു ഭാഗ്യം. ഇല്ല ഈ മമ്മി എനിക്ക് ക്യാരറ്റിൻ്റെ ഫുഡ് ഉണ്ടാക്കി തരത്തിന്. അതെ മാൻകുട്ടി, നിനക്ക് വേണ്ടി ക്യാരറ്റിൻ്റെ ഫസ്റ്റ് വെച്ചിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ പോയിട്ട് നോക്കാം. മാജിക് യൂസ് പോയിട്ട് നോക്കുമ്പോൾ അതെ, മാൻകുട്ടി നിരിച്ച മതിയായിരുന്നു. അതിൽ ക്യാരറ്റക്ക് കുറച്ച് ഷുഗറിന് പകരം ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട എനിക്ക് വേണ്ട. ഞാൻ ഓൾറെഡി അപ്പുറത്ത് വീട്ടിലെ ആൻറ്റീൻ്റെ വീട്ടിലെ ഫുഡ് കഴിച്ചു വന്നു, എൻ്റെ ഫ്രണ്ടിനും കൂടെ ആടിന് കൂടെ. എന്നെ മാണ് പറഞ്ഞായിരുന്നു. സമാധാനമായി എന്ന് പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ടായിരുന്നു. ചുമ്മാ വെറുതെ പറഞ്ഞത്. ആടൊന്നുമില്ല അവിടെ. ആട് മതി, മാണിക്കുട്ടി മതി. എന്നൊരു മാണുണ്ടായിരുന്നു. അതെ, മാണിക്കുട്ടീന് മതി എന്നൊരു മാണുണ്ടായിരുന്നു. അത് ചുമ്മാ ഇങ്ങനെ ഗേൾ മാണായിരുന്നു. അതെ, ആ മാണിക്കുട്ടി വന്നായിരുന്നു. മാണിക്കുട്ടീൻ്റെ പേരാണ് അതെ, ആ മാണിക്കുട്ടീൻ്റെ പേരാണ് ബ്ലൂ ആണ് ആ മാൻകുട്ടിൻ്റെ പേര്. ബ്ലൂ മാൻകുട്ടി. അതെ, ബ്ലൂ കളറുള്ള മാൻകുട്ടിയായിരുന്നു ബ്ലൂ. ബ്ലൂ എന്ന പേരാ. അതെ, ബ്ലൂ കളറുള്ള മാൻകുട്ടിയാണ്. അതുകൊണ്ട് ബ്ലൂ എന്ന പേര് വിളിക്കാണ് മാൻകുട്ടിൻ്റെ ശരിക്കുള്ള നെയിമാണ് ജൂലി. അതെ, ജൂലി എന്ന പേരാ. അതുകൊണ്ട് മാൻകുട്ടി
ബ്ലൂ എന്ന് വിളിക്കുക. ബ്ലൂ ഡാർലി വന്നോടി എന്ന് പറയുന്നു. മാൻകുട്ടി വന്നു. എന്താ നിങ്ങൾക്ക് പ്രശ്നം? എപ്പോൾ വിളിക്കും എന്നെ ബ്ലൂ ബ്ലൂ വിളിക്കുകയാണോ നിങ്ങൾ എന്ന് മാൻകുട്ടി കേൾക്കായിരുന്നു. ഇല്ലടി, എൻ്റെ വീട്ടിലൊരു പ്രശ്നം. എന്താ പ്രശ്നം? നടന്ന കാര്യം പറഞ്ഞു. ഇത് കേട്ട് എന്താ ഫണ്ണ് ചോക്ക എന്ന് കേട്ടായിരുന്നു. അതടി പ്രശ്നം എന്ന് പറയായിരുന്നു. അങ്ങനെ ആ വീട്ടിലുള്ളവർ കുറച്ചാൾ വന്നിരുന്നു. അങ്ങനെ മാൻകുട്ടി കണ്ടിട്ട് ഹായ് മാൻകുട്ടി എന്ത് പ്രശ്നം എന്ന് പറഞ്ഞു. അതെ, ആ വീട്ടിലുള്ളത് വേറെ ആരില്ല, ഹീറോയിൻ്റെ അങ്കിളാണ്. അങ്കിളിൻ്റെ വൈഫായിരുന്നു. അങ്കിൾ ഇങ്ങനെ അയാ അയാ നിങ്ങൾക്കെന്ത് പറ്റി? ഇല്ലപ്പാ, എനിക്ക് നടന്ന കാര്യം പറഞ്ഞു. മാൻകുട്ടി അങ്കിൾ പറയായിരുന്നു നടന്ന കാര്യം പറഞ്ഞു. അങ്കിളുടെ മോള് വന്നായിരുന്നു. എന്ത് പറ്റി? അത് ഹീറോയുടെ ഫ്രണ്ടായിരുന്നു. ഫാത്തിമ വന്നു. എന്താടി പ്രശ്നമോ? എൻ്റെ ഉമ്മ ഇന്നൊരു മണ്ടത്തര ഫുഡ് ഉണ്ടാക്കി. ഇത് കേട്ട ആൻറ്റിക്ക് ഷോക്കായിരുന്നു. അയ്യോ, ഇവള് വീണ്ടും ഉണ്ടാക്കിയ എനിക്കും ഇങ്ങനെ ആൻറ്റി പറയായിരുന്നു. ഫ്ലാഷ് ബാക്ക് ആൻറ്റി പറയാൻ തുടങ്ങി. ആൻറ്റീൻ്റെ പേര് ആൻറ്റി പറയായിരുന്നു. നിങ്ങൾക്ക് ഇതാണ് പ്രശ്നം. എനിക്ക് സ്കൂളിലെ പ്രശ്നം. സ്കൂളിലെന്ത് പ്രശ്നം? ഫുഡ് ഫസ്റ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ ഫ്ലാഷ് ബാക്ക് പറയുന്നു. ഞങ്ങളെല്ലാവരും 7ാം ക്ലാസ് പഠിക്കുമായിരുന്നു. അപ്പോഴാണ് ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചത്. എൻ്റെ ഫ്രണ്ട് മച്ചി, ഞാനിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്തടി ഉണ്ടാക്കിയിട്ടുള്ളത്? ഇന്ന് ഞാൻ ഉണ്ടാക്കേണ്ടത് ഫിഷ് പൊരിച്ചത് ഉണ്ടാക്കിയതാ. പൊരിച്ചതാ, അത് ഫിഷിൻ്റെ കറി ഫിഷിൻ്റെ. അങ്ങനെ ഫുഡ് ഞാൻ കഴിച്ചതാ. കത്ത് വാട്ടർ വേണോ? ഏത് വേള നീ ഫുഡ് ഉണ്ടാക്കിയത് മച്ചി? എന്തടി? ഞാനൊരു ഫുഡ് ഉണ്ടാക്കി എൻ്റെ ഹസ്ബൻഡിക്ക് എൻ്റെ മോക്കളെ കൊടുക്കും കല്യാണം കഴിഞ്ഞപ്പോൾ. എടി, നമുക്കിപ്പോൾ 7ാം ക്ലാസ് പഠിക്കാം, അതുകൊണ്ട് അങ്ങനെ നടന്നു കയറിയാലും പറഞ്ഞു. അതുകൊണ്ട് അവൾ ഉണ്ടാക്കുന്ന ഏത് ഫുഡ് ഞാൻ കഴിക്കുന്നില്ല ഇതുവരെ എന്ന് പറയുന്നു. അതെ, അവൾ ഫുഡ് ഉണ്ടാക്കുന്ന അല്ല ബാക്കിയുള്ള എന്തെല്ലാം കൺട്രാവി ഉണ്ടാക്കും എന്ന് പറയായിരുന്നു. ഇത് കേട്ടിട്ട് ഇങ്ങനെല്ലാം സംഭവിച്ചതാ. അതുമാത്രമല്ല, ഞങ്ങൾ ക്ലാസ് പഠിക്കുമ്പോൾ ഒരു സീനിയർക്ക് ഇഷ്ടമായിരുന്നു. സീനിയർ പറഞ്ഞാണ് എല്ലാവർക്കും ചോക്ലേറ്റ്, അങ്ങനെ ഗേൾസ് അല്ല ബോയ്സൊക്കെ ചോക്ലേറ്റ് കൊടുക്കണം. അപ്പം എന്ത് ചെയ്തറിഞ്ഞോ എൻ്റെ ഫ്രണ്ട്? എന്ത് ചെയ്തു? ചോക്ലേറ്റ് പകരം നടന്ന കാര്യം ഇപ്പോൾ പറയാൻ പോകുന്നു. ഞാൻ പറയാം, ഫ്ലാഷ് ബാക്ക് പറയാൻ പോകുന്നു. ഹീറോയിൻ്റെ മമ്മീൻ്റെ ഒരു